കാലത്തിന് ശേഷം നമ്മൾ ഇന്നലെ ഇങ്ങനെ പുറത്തിറങ്ങി. ഭയങ്കര ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ ആയിരുന്നു പുറത്ത്. അപ്പൊ അതിന്റെ ഒരു എനർജി, ആ ഒരു മൂഡൊക്കെ ബേസിക്കലി ആൾക്കാരുടെ മുഖത്തും ചുറ്റുപാടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഒരു ചെറിയ ലൗഡ്നെസ് ഒക്കെ വന്ന പോലെ. അല്ലെങ്കിൽ ഇവിടെ ഒരു ഭയങ്കര ക്വയറ്റ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു ഒരു ചുറ്റുപാടായിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൗഡാണ്. നമുക്കവിടെ എന്താ പറയാ, എപ്പോഴും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. നമുക്ക് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നാട്ടില്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. നമ്മളിങ്ങനെ ആ ഒരു കാംനെസിന്റെ അകത്തേക്ക് അങ്ങോട്ട് സ്ലിപ്പായി പോകുന്ന രീതിയിലുള്ള ഒരു 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 കാംനെസ് ആണ്. അത് ഭയങ്കര ഭീകരാണ്. അത് ബേസിക്കലി നമ്മൾക്ക് ഡിപ്രഷനൊക്കെ ശരിക്കും ഉണ്ടാക്കും. നമുക്ക് നമ്മളെ മൂഡിനെയൊക്കെ അത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പം ഭയങ്കര ലൗഡ് ആയാലും പ്രശ്നമാണ്. എന്താ പറയാ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ വിന്ററും സമ്മറും നമ്മളെ എനർജി ലെവലിനെ, നമ്മളെ മൂഡിനെയൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര പ്ലസന്റ് ആയിരിക്കും. ഭയങ്കര ഹൈ എനർജി ലെവലൊക്കെ ഉള്ള രീതിയിലായിരിക്കും. ആൾക്കാർ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവും. പക്ഷെ വിന്റർ ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഒറ്റയടിക്ക്, ഐ മീൻ ഇതൊരു വളരെ സഡൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒറ്റയടിക്ക് ഭയങ്കര മൂഡി ആയിട്ട്, ഭയങ്കര കംപ്ലൈനിങ് ആയിട്ട്, ഒട്ടും ഗ്രേറ്റ്ഫുൾ അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം ഈ ഒരു എനർജി ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബേസിക്കലി അഡാപ്റ്റഡ് ആവും ഈ ഒരു വിന്ററും സമ്മറും ഇങ്ങനെ മാറി മാറുന്ന സമയത്ത്. ഇത് ഭയങ്കര ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഇങ്ങനെ സമ്മറും വിന്ററൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും.